മെഡിസെപ്പ് ആരോഗ്യ പരിരക്ഷാ പദ്ധതി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയത് വാഗ്ദാനങ്ങളൊന്നും സർക്കാർ പാലിക്കാതായതോടെ പണം കിട്ടാതായതോടെ പദ്ധതി ഏറ്റെടുക്കുന്നതിൽ നിന്ന് ആശുപത്രികൾ പിന്മാറി. ജീവനക്കാർക്കും പെൻഷൻകാർക്കും വാഗ്ദാനം ചെയ്തതിന്റെ 1/3 പോലും സഹായം കിട്ടിയതുമില്ല. 2022 ജൂലൈ 1-നാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കൈത്താങ്ങാകുമെന്ന ഉറപ്പുമായി മെഡിസെപ്പ് പരിരക്ഷ പ്രാബല്യത്തിൽ വരുന്നത്. മാസം വെറും 500 രൂപ അടച്ചാൽ പദ്ധതി എംപാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്നും 3 ലക്ഷം രൂപ പരിരക്ഷ 3 വർഷത്തേക്ക് ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പദ്ധതി 2 വർഷം പിന്നിടുമ്പോൾ ചികിത്സ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി ഉപയോക്താക്കൾ രംഗത്തെത്തി. ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുമ്പോൾ ലഭിക്കുമെന്ന് പറഞ്ഞ 1/3 തുക പോലും കിട്ടുന്നില്ലെന്നാണ് പ്രധാന വിമർശനം. ഇക്കാര്യം ശരിവയ്ക്കുന്ന ചില സംഭവങ്ങളും പിന്നീട് നടന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ 5000 രൂപ ചികിത്സയ്ക്ക് ചിലവായ മ്യൂസിയം വകുപ്പ് ജീവനക്കാരിക്ക് അനുവദിച്ചു കിട്ടിയത് വെറും 5 രൂപ മാത്രമായിരുന്നു. ആദ്യഘട്ടത്തിൽ നിരവധി രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് മെഡിസെപ്പിന്റെ പരിരക്ഷയുണ്ടായിരുന്നു. പിന്നീട് ഇതിൽ പലതും നിലച്ചു. ക്യാഷ്ലെസ്സായി സേവനങ്ങൾ ലഭിക്കുന്ന ആശുപത്രികളുടെ എണ്ണം കുറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിൽ മുൻകൂറായി പണമടയ്ക്കണമെന്ന സാഹചര്യമായി. കൂടാതെ ഇടുപ്പല്ല് മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള അവശ്യ ചികിത്സകൾ നൽകുന്നതിൽ നിന്നും സ്വകാര്യ ആശുപത്രികൾ പിന്മാറിയതും വെല്ലുവിളിയായി. ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ സർക്കാർ ആശുപത്രികളെ മാത്രം സമീപിക്കേണ്ട സ്ഥിതിയാണ്. പദ്ധതിക്ക് കീഴിൽ പ്രായം ഒരു പ്രശ്നമല്ലെന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ മെഡിസെപ്പിൽ ആകൃഷ്ടരാക്കിയത്. സർക്കാർ ജീവനക്കാർ, സർവീസിൽ നിന്ന് വിരമിച്ചവർ, അവരുടെ ആശ്രിതർ തുടങ്ങി 30 ലക്ഷം ആളുകളാണ് മെഡിസെപ്പിന്റെ പരിരക്ഷാ പരിധിയിലുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധമായിരുന്നു മെഡിസെപ്പിൽ ചേരുകയെന്നത്. സ്വകാര്യ ഇൻഷുറൻസിനേക്കാൾ ലാഭവും മികച്ച പരിരക്ഷ ലഭിക്കുമെന്നുമായിരുന്നു പ്രതീക്ഷ. എന്നാൽ മെഡിസെപ്പിന് പുറമെ മറ്റൊരു ഇൻഷുറൻസ് കൂടി എടുക്കേണ്ട സ്ഥിതിയാണ് നിലവിലേതെന്നും രൂക്ഷമായ വിമർശനമുയരുന്നു. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.